ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 3% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തുടനീളം 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനും തീരുമാനം. രാജ്യത്ത് മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാളെ ഗാന്ധി ജയന്തി. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. തിരുവനന്തപുരത്ത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. നാളെ വിദ്യാരംഭം. ആദ്യ അക്ഷരം കുറിക്കാനൊരുങ്ങി കുരുന്നുകൾ. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 3% വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. ഏകദേശം 49.2 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 68.7 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യം ലഭിക്കും. 5862 കോടി രൂപയിലധികം ചെലവിൽ രാജ്യത്തുടനീളം 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 4600 അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2026-27 വിപണന കാലയളവിലെ റാബി വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനും അനുമതിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. RSS ശതാബ്ദി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. RSSന്റെ പ്രവർത്തനം രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. अपने गठन के बाद से ही राष्ट्रीय स्वयंसेवक संघ विराट उद्देश्य लेकर चला और ये उद्देश्य रहा राष्ट्र निर्माण. इस उद्देश्य की पूर्ति के लिए संघ ने जो रास्ता चुना वो था व्यक्ति निर्माण से राष्ट्र निर्माण. രാജ്യത്ത് മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ചൊവ്വയിലെ കാനന്നൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ 2ഘട്ട നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വ്യവസായ രംഗത്ത് പ്രമുഖ സ്ഥാനം ചൊവ്വയിലെ സഹകരണ സ്പിന്നിംഗ് മില്ലിനുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. നാളെ ഗാന്ധി ജയന്തി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പരിപാടികൾ തുടങ്ങിയവ നടക്കും. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായും ആചരിച്ചു വരുന്നു. അഹിംസയെ സാർവത്രിക തത്വമായി അംഗീകരിച്ച് ആഗോള സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന പ്രമേയം 2007 ജൂണിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകരിച്ചത്. ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്ന സ്വച്ഛ് ഭാരത് മുതൽ ഖാദി, ഗ്രാമീണ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനം വരെയുള്ള പരിപാടികൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നുവരികയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് നാളെ സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാർ സ്ക്വയറിൽ നിന്ന് രാവിലെ 6:30 ആരംഭിക്കുന്ന ഫ്രീഡം റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. മഹാനവമി ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയദശമി ദിനമായ നാളെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ആദ്യ അക്ഷരം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുരുന്നുകൾ. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര, ആറ്റുകാൽ, പൂജപ്പുര സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിൽ വിദ്യാരംഭത്തിനുള്ള സൗകര്യമുണ്ടാകും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളിൽ വൻ തിരക്ക്. നൃത്തവും സംഗീതവും അരങ്ങ് തകർത്ത രാവുകൾ കണ്ണൂരിനെ കൂടുതൽ മനോഹരമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സംഗീത നൃത്തച്ചുവടുകളാൽ സമ്പന്നമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം കണ്ണൂർ നഗരവും പരിസരവും. നഗരമധ്യത്തിലെ കോവിലുകളിൽ അരങ്ങേറ്റം കുറിക്കാനെത്തിയ കുരുന്നുകൾ. ദീപാലങ്കൃതമായ നഗരത്തിന്റെ വേറിട്ട കാഴ്ച ജില്ലക്കകത്തും പുറത്തുനിന്നുമായി എത്തിയവർക്ക് നവ്യാനുഭവമായി. മുനീശ്വരൻ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, താളിക്കാവ്, കൃഷ്ണൻ കോവിൽ തുടങ്ങി കോവിലുകളിലൊക്കെ ജനം ഒഴുകിയെത്തി. പള്ളിക്കുന്ന് മൂകാംബിക ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പുഷ്പരഥോത്സവം നടന്നു. നിരവധി ഭക്തരാണ് ഇത്തവണയും കൊല്ലൂരിലെത്തിയിട്ടുള്ളത്. ആകാശവാണി പ്രതിനിധി P. ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
പുഷ്പാലങ്കൃത രഥത്തിൽ മൂകാംബിക ദേവിയെ ഇരുത്തി ശ്രീകോവിലിന് ചുറ്റും രഥം വലിക്കുന്ന ചടങ്ങാണിത്. രാവിലെ 11:30 ചണ്ഡികായാഗം നടന്നു. മഹാനവമി നാളിലെ പ്രധാന ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് കൊല്ലൂരിൽ എത്തിയിട്ടുള്ളത്. ഒക്ടോബർ 2 വിജയദശമി നാളിൽ പുലർച്ചെ 3 നട തുറന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാവും. വൈകിട്ട് വിജയ രഥോത്സവത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാവും. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഒഫീഷ്യേറ്റിംഗ് മേട്രൺ ഇൻ ചീഫ് കേണൽ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. പാങ്ങോട് സൈനിക ആശുപത്രിയിലെയും സൈനിക കേന്ദ്രത്തിലെയും നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിർവഹിക്കും. കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം, ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഈ മാസം 15 വരെ പരിപാടികൾ സംഘടിപ്പിക്കും. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ കോടതിയെ സമീപിക്കേണ്ടത് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന മാനേജ്മെന്റുകൾ തന്നെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനാവശ്യ സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 716 പോയിന്റ് ഉയർന്ന 80,983-ലും നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,836-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. പവന് 440 രൂപ കൂടി 87,440 രൂപയും ഗ്രാമിന് 10,930 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ ആഗോള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ന് ഇന്ത്യയുടെ ആഗോള ഇടപെടൽ അഭൂതപൂർവമായ തലങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ആഫ്രിക്കൻ യൂണിയനെ G20-യിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം, COVID-19 മഹാമാരിയുടെ സമയത്ത് ഇന്ത്യയുടെ വാക്സിൻ മൈത്രി ശ്രമങ്ങൾ എന്നിവ ഇതിന് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत के अलग अलग राज्यों में हुई G20 की 200 से अधिक बैठकों में हमने ग्लोबल साउथ की प्राथमिकताओं को प्रमुखता दी. इसका नतीजा रहा कि न्यू दिल्ली लीडर्स डिक्लेरेशन में ग्लोबल साउथ के विषयों पर हमें सबकी सहमति हासिल करने में कामयाबी मिली. ലക്ഷദ്വീപ് കപ്പലുകളും ചരക്കുവാഹനങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്ന ബേപ്പൂർ തുറമുഖത്തെ വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ച കേരള മാരിടൈം ബോർഡിന്റെ നടപടികൾ പിൻവലിക്കണമെന്ന് ലക്ഷദ്വീപ് MP അബ്ദുള്ള ഇ സയ്യിദ്. ഇത് സംബന്ധിച്ച് തുറമുഖ മന്ത്രി VN വാസവന് അദ്ദേഹം കത്തയച്ചു. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമാണെന്ന് കേന്ദ്ര സർക്കാർ. നോട്ട് ബുക്കുകൾ, ഗ്രാഫ് ബുക്കുകൾ, പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ 12% സ്ലാബിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനം വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഏറെ സഹായകരമായി. വ്യാജ GST രജിസ്ട്രേഷനിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് നടന്നത് 1,100 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തട്ടിപ്പിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൗജന്യ സ്ഥാനാർബുദ പരിശോധനയ്ക്കുള്ള സൗകര്യം. ഈ മാസം 31 വരെ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരിശോധന. ഗാന്ധി ജയന്തി ദിവസമായ നാളെ പരിശോധന ഉണ്ടായിരിക്കില്ല. 0452252299 എന്ന നമ്പറിൽ പകൽ 10-നും 4-നും ഇടയിൽ ബുക്ക് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 3% വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനും തീരുമാനം. മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാളെ ഗാന്ധി ജയന്തി. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. തിരുവനന്തപുരത്ത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. നവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. നാളെ വിദ്യാരംഭം. ആദ്യ അക്ഷരം കുറിക്കാനൊരുങ്ങി കുരുന്നുകൾ. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.